ആന എഴുന്നള്ളിപ്പ് പരിമിതപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തന്ത്രി ചർച്ചയിൽ നിർദ്ദേശം. എഴുന്നള്ളിപ്പുകളുടെ ദൈർഘ്യം കുറയ്ക്കണം. പറയെടുപ്പിന് ആനയ്ക്ക് പകരം ദേവവാഹനങ്ങൾ ഉപയോഗിക്കാം. എല്ലാ ക്ഷേത്രങ്ങളും പൂരം നടത്തുന്നത് നിയന്ത്രിക്കണമെന്നും നിർദ്ദേശം. ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. RB സനൂപ് വിശദാംശം നൽകും. സനൂപ്, ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും നിർദ്ദേശങ്ങളും എങ്ങനെയാണ്? PC സൈഫുദ്ദീൻ ഇന്ന് തന്ത്രി സമൂഹവുമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ആന ഇടയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം തുടങ്ങിയവയായിരുന്നു പ്രധാന അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. അഖില കേരള തന്ത്രി സമാജം, അതുപോലെ തന്ത്രി വിദ്യാപീഠം, താഴവൺ മഠം എന്നിവരുമായിട്ടായിരുന്നു ചർച്ച നടത്തിയത്. അതിലാണ് ആനയുടെ ഉപയോഗം പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പൊതു നിർദ്ദേശം രണ്ട് കൂട്ടരിലേക്കും എത്തിയത്, ഒരു പൊതു ധാരണയിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആനയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആനയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ആറാട്ടുകൾ, അതുപോലെ തന്നെ പള്ളിവേട്ട എന്നിവിടങ്ങളിലൊക്കെ ആനയെ ഉപയോഗിച്ചാൽ മതി. പകരം ഈ പറയുന്ന പോലെ പറയെടുപ്പ്, അതിന് ദേവവാഹനം അല്ലെങ്കിൽ രഥം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നാണ് പൊതുധാരണയിൽ എത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് ഈ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ തൃശ്ശൂർ പൂരം മോഡലിൽ ചെറുപൂരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ പൂരം നടത്തുന്നത് ഒഴിവാക്കണം, അത് നിയന്ത്രിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവം ഇപ്പോൾ പണക്കൊഴുപ്പായിട്ട് മാറുകയാണ്. ലേസർ ലൈറ്റ്, DJ എന്നിവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ലേസർ ലൈറ്റ് ഉപയോഗം, അതുപോലെ DJ പരിപാടികൾ ഇതെല്ലാം തന്നെ നിരോധിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ സർക്കാരിലേക്ക് ശുപാർശയായിട്ട് അയക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ശരി സനൂപ്.